ആശംസ നേരുന്നതിനായി ശ്രീ ആറ്റുകാൽ ഓമനക്കുട്ടൻ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ബാലേന്ദ്രൻ സാർ, വേദിയിലെയും സദസ്സിലെയും പ്രിയമുള്ളവരെ, ശുദ്ധമായ കവിതയുടെ വക്താവാണ് തെന്നൂർ രാമചന്ദ്രൻ. കവിത അദ്ദേഹത്തിന് ഒരു തീവ്ര സബരിയയാണ്. വെറും വിനോദത്തിനു വേണ്ടി, സമയ സംഹാരത്തിനു വേണ്ടി അദ്ദേഹം ഒരു വരി പോലും എഴുതിയിട്ടില്ല, ഇനി എഴുതുമെന്ന് തോന്നുന്നുമില്ല. വളരെ സ്റ്റുഡിയസായി കവിതയെ സമീപിക്കുന്ന വ്യക്തിയാണ്. ഇദ്ദേഹത്തെ ഏകദേശം ഒരു 7-8 കൊല്ലം മുമ്പ് തന്നെ എനിക്ക് വളരെ അടുത്ത് അറിയാം. അന്ന് സുദർശൻ കാർത്തികപ്പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘടന ഉണ്ടായിരുന്നു ശുദ്ധമായ കവിതയ്ക്ക് വേണ്ടി. അതായത് ഛന്ദസ്സും വൃത്തവും എല്ലാം പാലിക്കുന്ന നല്ല രീതിയിൽ കവിത പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഒരു സംഘടന ഉണ്ടായിരുന്നു. അത് തമ്പൻ സാറിന് നന്നായിട്ടറിയാം. മുളക്കുടി സാറും PK സുരേഷ് കുമാർ, പിന്നെ ഇവിടെ ഉള്ള നമ്മുടെ കവി ശരത്ചന്ദ്രലാലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ സംഘടനയില്ല. അതിൽ വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് തെന്നൂർ രാമചന്ദ്രൻ. ഒരു പ്രത്യേക സന്ദർഭത്തിൽ അദ്ദേഹം വൃത്തത്തിൻ്റെ ആശാനാണ്. ഇന്ന് തമ്പാൻ സാറിനെ വളരെ വ്യക്തമായിട്ട് അറിയാൻ കഴിയും. തിരുവനന്തപുരത്ത് വൃത്തനിബദ്ധമായി കൃത്യമായി കവിത എഴുതുന്നത് സുദർശൻ കാർത്തികപ്പറമ്പിൽ മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഗുരുവിൽ നിന്നാണ് ഇത് പഠിച്ചത്. ഒരിക്കൽ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു ചെറിയ തെറ്റ് വരുമ്പോൾ എൻ്റെ ചെവിക്ക് പിടിക്കുമെന്ന്. അങ്ങനെ ഹൃദയസ്ഥമായ ആ കാവ്യ പാരമ്പര്യം ശരിക്കും ഉപയോഗിച്ച ആളാണ് തെന്നൂർ രാമചന്ദ്രൻ. ഒരിക്കൽ ഞാൻ സുദർശനുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് ഇന്ന് രാമചന്ദ്രൻ മാഷുമായിട്ടൊരു പരിപാടിയുണ്ട്, അദ്ദേഹത്തിന് വൃത്തത്തിലൊരു ചെറിയൊരു പ്രശ്നമുണ്ട്, അത് ഒന്ന് ശരിയാക്കി കൊടുക്കണം. അപ്പോൾ വലിയ ഒരു ആശാന്റെ കീഴിൽ ഇതെല്ലാം പഠിച്ച് സ്വയം ഒരു ആശാനായി മാറിയ ആളാണ് തെന്നൂർ രാമചന്ദ്രൻ. വൃത്തത്തിൻ്റെ കാര്യത്തിൽ ആർക്കും ഒരു തെറ്റും കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ ഇതേ കാര്യം ഇവിടെയുള്ള മറ്റ് വൃത്താധിഷ്ഠിതമായി കവിത എഴുതുന്ന പറയപ്പെടുന്നവരുടെ കവിതകളിൽ കാണാൻ കഴിയില്ല. അവരിൽ പലരെയും നമ്മൾ നേരിട്ടിട്ടുണ്ട്, ചില അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. ഇതിൽ തെന്നൂർ രാമചന്ദ്രൻ്റെ കവിതയുടെ ഒരു പ്രധാന അംശമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു പ്രത്യേക ധാരയിൽ അടിമപ്പെടുന്നില്ല. കാൽപ്പനിക കവിതയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ് വൃത്തം. കാൽപ്പനികത എന്ന പ്രസ്ഥാനം 1912 യൂറോപ്പിലും 1948 ചങ്ങമ്പുഴയുടെ മരണത്തിന് ശേഷം കേരളത്തിലും അസ്തമിച്ചു. ഇപ്പോൾ കാൽപ്പനിക കവിത പഴയ കവികൾ എഴുതുന്നു എന്നേ ഉള്ളൂ. ഇപ്പോൾ നിലവിലുള്ള പ്രസ്ഥാനം ആധുനികതയാണ്. അത് കഴിഞ്ഞ് വന്നത് ആധുനികതയാണ്. 1991 മുതൽ ഏകകാലത്തിൽ ലോകം മുഴുവൻ ഉത്തരാധുനികത നിലയിൽ വന്നു. ഏകകാലത്തിൽ എന്ന് പറഞ്ഞാൽ പലപ്പോഴും മറ്റ് പ്രസ്ഥാനങ്ങളെല്ലാം വരാൻ താമസിച്ചു. അതിന് കാരണങ്ങളുണ്ട്. പക്ഷേ 1991 ഇംഗ്ലണ്ടിലുള്ള ഒരു സാഹിബ് ഒരു പ്രത്യേക സംഗതി കണ്ടുപിടിച്ചു. അത് ടെലിവിഷനോ റേഡിയോയോ ഒന്നും അല്ലായിരുന്നു. അദ്ദേഹം അതിന് പേരിട്ടത് WWW എന്നായിരുന്നു. ഈ WWW എന്ന് പറയുന്ന സാധനം വേൾഡ് വൈഡ് വെബ് മൊബൈൽ എന്ന് പറയുന്നതിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ അത് ലോകമാസകലം വിപ്ലവം സൃഷ്ടിച്ചു. ആ വിപ്ലവത്തിലൂടെ ഉടലെടുത്തതാണ് ഇന്നത്തെ ഉത്തരാധുനികത. ഉത്തരാധുനികതയിൽ വൃത്തനിരാസം, അതായത് നമുക്ക് വൃത്തം ആവശ്യമില്ല, ശിഥില ചിത്രങ്ങൾ, അങ്ങനെയുള്ള ചില ലക്ഷണങ്ങളാണുള്ളത്.
ഇപ്പോൾ നമ്മുടെ രാമചന്ദ്രൻ ആണെങ്കിൽ അതും ഉൾക്കൊള്ളുന്നുണ്ട്. അതാണ് ഏറ്റവും അതിശയകരമായ കാര്യം. രാമചന്ദ്രൻ്റെ കവിതകൾ വായിക്കുമ്പോൾ നമ്മൾ ഒരു കാൽപ്പനിക കവിത എന്ന് പറഞ്ഞ് എഴുതി തള്ളാൻ പാടില്ല. അതിൽ ഉത്തരാധുനികയുടെ ഒരുപാട് അംശങ്ങളുണ്ട്. ഇപ്പോൾ T.S. എലിയറ്റിനെ കുറിച്ച് തമ്പാൻ സാർ നേരത്തെ സൂചിപ്പിച്ചു. അദ്ദേഹം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച ഒരു സംഗതിയാണ് ഒബ്ജക്റ്റീവ് കൊറലേറ്റീവ്, വസ്തുനിഷ്ഠമായ പരസ്പര ബന്ധം. എന്താണ് ഈ ഒബ്ജക്റ്റീവ് കൊറലേറ്റീവ്? ഒബ്ജക്റ്റീവ് കൊറലേറ്റീവ് എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ പറയുന്നു, അത് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ വ്യത്യസ്തമാണെന്ന് തോന്നും. പക്ഷേ അതെല്ലാം നമ്മൾ ഏകീകരിക്കുമ്പോൾ അതിന് നമ്മൾ വിചാരിക്കാത്ത പുതിയ ഒരു മാനം കൈവരുന്നു. ആ മാനമാണ് T.S. എലിയറ്റിൻ്റെ കവിതയിലും ഇപ്പോഴുള്ള പാബ്ലോ നെറൂദയുടെ കവിതയിലും എല്ലാം നമ്മൾ കാണുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. അത് പരസ്പര ബന്ധമില്ല എന്ന് നമുക്ക് തോന്നുമെങ്കിലും അതെല്ലാം കൂടി ഏകീകരിച്ച് നമ്മൾ നോക്കുമ്പോൾ വളരെ ശക്തമായ ഒരു അർത്ഥം നമുക്ക് കിട്ടുന്നു. ഒരു ഉദാഹരണം വേണമെങ്കിൽ പറയാം, അത് മനസ്സിലാക്കാൻ വേണ്ടി. ഇപ്പോൾ എനിക്ക് കലശലായ വയറുവേദനയുണ്ട്. ഇപ്പോൾ നമ്മുടെ കവികളെല്ലാം പറയുകയാണ് എനിക്ക് വയറുവേദനയുണ്ട്, മറ്റത് പല രീതിയിലും പറയും. പക്ഷേ ഇതിനെ നമ്മൾ ഒബ്ജക്റ്റീവ് കൊറലേറ്റീവിൽ കൂടി എങ്ങനെ പറയും? എൻ്റെ വയറ്റിൽ 1000 തേളുകൾ കിടന്ന് പൊളയുന്നു. വയറുവേദനയെക്കുറിച്ച് നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. 1000 ഒരു തേള് തന്നെ വയറിൽ കിടന്ന് പൊളഞ്ഞാൽ നമുക്ക് ഭയങ്കരമായ വേദനയാണ്. അപ്പോൾ 1000 തേളുകളാകുമ്പോൾ അതാണ് ഒബ്ജക്റ്റീവ് കൊറലേറ്റീവ്. അങ്ങനെ കവിത എഴുതുമ്പോഴാണ്. ഇപ്പോൾ ശരത്ചന്ദ്രലാലിനെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കവിതകളിൽ ആ ലക്ഷണമുണ്ട്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കവിത വായിച്ചു നോക്കണം. ഇങ്ങനെ എഴുതുമ്പോഴാണ് കവിതയാകുന്നത്. നേരത്തെ നിർമ്മല രാജഗോപാൽ പറഞ്ഞു, ഇപ്പോഴുള്ള ചില കവിതകൾ വായിച്ചിട്ട് ഒന്നും തോന്നുന്നില്ല എന്ന്. കവിത വായിക്കുമ്പോൾ ഒന്നുകിൽ സങ്കടം വരണം, അല്ലെങ്കിൽ സന്തോഷം വരണം. ഇത് കവിത വായിക്കുമ്പോൾ ഒന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഇതുകൊണ്ടാണ്. നമ്മൾ ചുമ്മാ കാണുന്ന കാര്യങ്ങൾ അതേപടി പറഞ്ഞാൽ അത് കവിതയാവില്ല. അതിനെ പൊതിഞ്ഞു നിർത്തി നല്ല രീതിയിൽ അവതരിപ്പിക്കണം. അതിൽ തെന്നൂർ രാമചന്ദ്രൻ അങ്ങേയറ്റം വിജയിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് ഇനിയും ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. അതുമാത്രമല്ല, കുറച്ചു മുമ്പ് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, അദ്ദേഹം W.B. യേറ്റ്സിൻ്റെ കവിതകൾ വായിച്ചിട്ടുണ്ടോ എന്ന്. അദ്ദേഹം വായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതെനിക്ക് അതിശയകരമായി. കാരണം അദ്ദേഹത്തിൻ്റെ ഒരുപാട് കവിതകളിൽ യേറ്റ്സ് എന്ന ഐറിഷ് കവിയുടെ വർണ്ണനയുടെ രീതി വളരെ ഭംഗിയായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ സമാഹാരത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെ ഒരുപാട് ഗുണഗണങ്ങളുള്ള ഒരു ഭാവിയുടെ വാഗ്ദാനമാണ്. അദ്ദേഹത്തിന് പ്രായം കുറച്ച് ആയി വരികയാണെങ്കിലും നല്ല വാഗ്ദാനമാണ് തെന്നൂർ രാമചന്ദ്രൻ. അദ്ദേഹം ഈ രീതിയിൽ ഇപ്പോൾ തന്നെ ഒരു വർഷം 2-3 സമാഹാരങ്ങൾ പുറത്തിറക്കുന്നുണ്ട്. നല്ല രീതിയിൽ പുറത്തിറക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള മറ്റ് ലുട്ടിലൊടുക്ക് കവികളെല്ലാം അപ്രത്യക്ഷമാകും. ഇവിടെയുള്ള ചില കവികൾ ഇവിടെ വന്ന് കവിയരങ്ങിൻ്റെ അന്ന് ഇവിടെ വന്നിരുന്ന് കുത്തിക്കുറിക്കുന്നു, അവരെന്തൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. അതൊന്നും കവിതയല്ല. ഇദ്ദേഹത്തിൻ്റെ കവിത നിങ്ങൾ വായിക്കണം. അദ്ദേഹത്തിൻ്റെ എല്ലാ ഭാവങ്ങളും തരുന്നു. സമയക്കുറവ് കാരണം കൂടുതൽ പറയുന്നില്ല. ഈ അവസരം തന്ന പാഠശാല സമാജിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും നന്ദി. മറുപടി പ്രസംഗത്തിനായി തെന്നൂർ രാമേന്ദ്രൻ സാറിനെ ക്ഷണിക്കുന്നു. സ്നേഹസമ്പന്നരായ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ സായാഹ്നത്തിലെൻ്റെ ഹൃദയഭാഷയിൽ അഭിവാദ്യങ്ങൾ. ഈ ലോണിൽ വെച്ച് പ്രകാശനം ചെയ്യപ്പെടുന്ന എൻ്റെ രണ്ടാമത്തെ
കവിതാ സമാഹാരമാണ് ജന്മാന്തരങ്ങളിൽ ചന്ദ്രോദയങ്ങൾ എന്നുള്ളത്. ഞാൻ എൻ്റെ രണ്ടാമത്തെ കവിതാ സമാഹാരം കാന്തിധാമം എന്ന് പറയുന്ന അതിൽ 4 ഖണ്ഡകാവ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ പുസ്തകവും ഇവിടെയാണ് പ്രകാശനം ചെയ്യപ്പെട്ടത്. അന്ന് ഇവിടെ ആറ്റുകാൽ പറഞ്ഞതുപോലെ ശ്രീ സുദർശൻ കാർത്തികപ്പറമ്പിൽ അദ്ദേഹം ഞാനുമായിട്ട് 2006 അല്ലെങ്കിൽ 2007 പരിചയപ്പെടുന്നത്. അദ്ദേഹത്തെ കണ്ട നിമിഷത്തിലാണ് ഞാൻ കവിത എഴുതുന്ന ഒരാളായി മാറിയത്. കാരണം അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള എന്തോ ഒരു അനുഗ്രഹം അദ്ദേഹം അറിയാതെ എന്നിലേക്ക് പകർത്തപ്പെടുകയാണ്. അല്ലെങ്കിൽ ഞാൻ കവിത എഴുതേണ്ട ആളാണ്. ഞാൻ സാമ്പത്തിക ശാസ്ത്രം പഠിക്കുകയും കേന്ദ്ര സെക്രട്ടേറിയറ്റിലും പിന്നീട് ഒരു കേന്ദ്ര ധനകാര്യ സ്ഥാപനത്തിലും ആയിട്ട് 38 വർഷം ജോലി ചെയ്ത, ഫൈനാൻഷ്യൽ അപ്രൈസൽ, പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന, പിന്നെ ഫീൽഡ് ഓഫീസറായിരുന്നു. ആ രീതിയിലൊരു കരിയറിൽ നിന്ന് വരുന്ന ഒരാൾ പെട്ടെന്ന് മലയാളത്തിൽ കവിത എഴുതാൻ തുടങ്ങുന്നു എന്ന് പറയുന്നത് ഒരു ഈശ്വര ചൈതന്യം എന്നിലേക്ക് വന്നതാണ്. അതിനുള്ള നിമിത്തം അദ്ദേഹമായിരുന്നു. അത് ഞാൻ എല്ലാ ദിവസവും ഓർമ്മിക്കുന്നൊരു കാര്യമാണ്. ഞാൻ ശ്രീകുമാറിനോടൊക്കെ എപ്പോഴും പറയാറുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഭാരത് സേവക് സമാജും ആയിട്ട് എനിക്ക് ഉള്ള ആത്മബന്ധം 1960കളിലെന്ന് പറയാം, അല്ലെങ്കിൽ 50കളിൽ നമ്മുടെ ഗ്രാമാന്തരങ്ങളിലൊക്കെ ഈ ഭാരത് സേവക് സമാജിൻ്റെ വ്യാപന എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസ്, വ്യാപന പ്രവർത്തനങ്ങൾ നടക്കുമായിരുന്നു. ആ കാലത്ത് സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന ഞാൻ ഒരു പ്രസംഗം കേൾക്കാനിടയായി. ഒരുപക്ഷെ നിങ്ങൾക്കറിയാം, ആറന്മുള സത്യവ്രതൻ എന്ന് പറയുന്ന പ്രൈമറി സ്കൂളിലെ ഗവൺമെൻറ് പ്രൈമറി സ്കൂളിലെ അധ്യാപകനായിരുന്നു അദ്ദേഹം. ഞങ്ങളുടെ നാട്ടിൽ വന്ന് ജോലി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു വലിയ പ്രാസംഗികനും കവിത ചൊല്ലി കേൾപ്പിക്കുന്ന, വളരെ സംഗീതാത്മകമായിട്ട് കവിത ചൊല്ലി കേൾപ്പിക്കുന്നയാളും കഥാപ്രാസംഗികനും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഈ ആറന്മുള സത്യവ്രതൻ ഒരിക്കൽ ഭാരത് സേവക് സമാജിനെ പറ്റി ഒരു കഥാപ്രസംഗത്തിന് തുല്യമായൊരു പ്രസംഗം ചെയ്തു. അത് നമ്മൾ പറയില്ലേ, മനസ്സ് ഇൻഡെലിബിൾ ഇംപ്രഷൻസ്, ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സിൽ പതിയുന്ന ഇംപ്രഷൻസിന് ഇൻഡെലിബിൾ ഇംപ്രഷൻസ് എന്ന് പറയും. അത് നമ്മുടെ സിനിമാറ്റോഗ്രാഫിക് നിയമത്തിലൊക്കെ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ലീഗൽ കൊണോട്ടേഷനുള്ള വാക്കാണ്. സൈക്കോളജിയിലുണ്ട്. സാഹിത്യകാരൻ എന്നുള്ള നിലയിലും ആ വാക്കിന് വലിയ പ്രസക്തിയാണ്. അപ്പോൾ ആ ഇൻഡെലിബിൾ ഇംപ്രഷൻ പോലെ എൻ്റെ മനസ്സിൽ പതിഞ്ഞ കുറച്ച് കാര്യങ്ങളിലുള്ളതാണ് ഈ ഭാരത് സേവക് സമാജ് എന്ന് പറയുന്നത്. ഗാന്ധിജി ഭരണരംഗത്തേക്ക് വന്നില്ല, അതുകൊണ്ട് നമുക്കെന്തെങ്കിലും ന്യൂനതയുണ്ടായോ എന്ന് ചോദിച്ചാൽ ഉണ്ടായെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. പക്ഷേ കഴിയുന്നത്ര ഗാന്ധിജി ഭരണരംഗത്ത് വന്നാൽ അദ്ദേഹം എന്തൊക്കെ ചെയ്യുമായിരുന്നു, അതിൽ കുറേ എന്തുമാത്രം ചെയ്യാൻ പറ്റും ആ ചട്ടക്കൂടിനകത്ത്, അതനുസരിച്ച് ചെയ്ത ആളാണ് ജവഹർലാൽ നെഹ്റു. അങ്ങനെയാണ് അദ്ദേഹം കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിൻ്റെയൊക്കെ വലിയ വക്താവായതും. അതിൻ്റെ വേറൊരു രൂപമാണ് ഭാരത് സേവക് സമാജ് എന്ന് പറയുന്നത്. ഭാരത് സേവക് സമാജ് എന്ന് പറയുന്നത് ഒരു ജനകീയ PWD, പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു ജനകീയ PWD എന്നുള്ള സങ്കല്പത്തിലാണ്. പക്ഷേ അത് കുറച്ച് അതിൻ്റെ നടത്തിപ്പിലൊക്കെ കുറേ തെറ്റുകുറ്റങ്ങളൊക്കെ പറ്റി, അതിനെപ്പറ്റി വലിയ ജുഡീഷ്യൽ എൻക്വയറി എല്ലാം ഉണ്ടായി. പക്ഷേ ഇപ്പോഴും ആ ഭാരത് സേവക് സമാജ് നിലനിൽക്കുന്നു. അതിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്, നിസ്സാര കാര്യമല്ല. അപ്പോൾ ഞാൻ ഈ വെബ്സൈറ്റിലൊക്കെ ഭാരത് സേവക് സമാജിനെ കുറിച്ച് നോക്കിയിട്ടുണ്ട്. സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു നാഷണൽ അജണ്ടയായി വന്നപ്പോൾ ആ സ്കിൽ ഡെവലപ്മെൻറ്റ് ഏറ്റെടുത്ത് എത്ര സ്ട്രീംസ് ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റാണ് ഈ ഭാരത് സേവക് സമാജ് ചെയ്യുന്നത്. ഞാൻ നോക്കുന്ന കാലത്ത് തന്നെ ഒരു 60-70 കോഴ്സസും ഒക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ ഒരുപാട് അർത്ഥപൂർണമായ എഫക്റ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു അഖിലേന്ത്യാ സ്ഥാപനം, അതിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ തീർച്ചയായിട്ടും ഈ പൊസിഷനിലിരിക്കുന്ന ഒരു ഉത്തരേന്ത്യക്കാരനാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ എന്തെല്ലാം ജാടകളിവിടെ കാണിക്കുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇത് നമ്മളിൽ ഒരാളായിട്ട് അദ്ദേഹം ഇരിക്കുന്നു. പക്ഷേ അദ്ദേഹം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ല, വലിയ കാര്യങ്ങളാണ്. അദ്ദേഹം ഒരു വിഷണറിയാണ്, അദ്ദേഹം ഒരു മിഷണറിയും കൂടിയാണ്. അപ്പോൾ അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ഞാൻ 2009 റിട്ടയർ ചെയ്തപ്പോൾ, അപ്പോൾ റിട്ടയർ ചെയ്യുമ്പോൾ നമ്മുടെ ഫെയർവെല്ലിനൊക്കെ ആളുകൾ ചോദിക്കുമല്ലോ, ഇനി ഒരു അംഗത്തിനുള്ള ബാല്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. ചിലരുണ്ടെന്ന് പറയും, നമ്മളോട് സ്നേഹമുള്ളവർ ഇനിയൊരു അംഗത്തിനുള്ള ബാല്യം ഉണ്ടെന്ന് പറയും. മറ്റുള്ളവർ ചോദിച്ച് ചോദ്യം അവിടെ വിട്ടിട്ട് പോകും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എനിക്ക് റിട്ടയർമെൻറ്റിന് ശേഷം 15 വർഷമായി. ഞാനിപ്പോൾ 75 വയസ്സാണ് എൻ്റെ. തീർച്ചയായിട്ടും ഞാനിരുന്ന ജോലിയിൽ എന്നെ അവർ ഈ 75 വയസ്സ് വരെ ഇരുത്തിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കൂടുതൽ
കൂടുതൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുമായിരുന്നു എഫക്റ്റീവായിട്ട്. അപ്പോൾ ഞാൻ റിട്ടയർ ചെയ്ത് 2009 റിട്ടയർ ചെയ്ത് ആദ്യമായിട്ട് എൻ്റെ ബയോഡാറ്റ കൊണ്ടുവന്ന് കൊടുത്തത് ഭാരത് സേവക് സമാജിലാണ്. ഇതിൻ്റെ ഓഫീസ് അന്ന് ഭഗവതി നഗർ എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അന്ന് പക്ഷേ എൻ്റെ ഭാഗ്യദോഷത്തിന് സാറ് ആരോഗ്യപരമായ കാരണങ്ങൾ സാറില്ലായിരുന്നു. എൻ്റെ ബയോഡാറ്റയ്ക്ക് പിന്നെ റിപ്ലൈ ഒന്നും കിട്ടില്ല ഇവിടെ നിന്ന്. അപ്പോൾ ഇങ്ങനെ പല രീതിയിലും ഞാൻ ഭാരത് സേവക് സമാജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളാണ്. പിന്നീട് ഒരിക്കൽ അദ്ദേഹത്തെ നേരിട്ട് കണ്ടു, സംസാരിച്ചു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരിക്കുന്ന ഒരു ഫോട്ടോയൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാനത് ഇടയ്ക്കിടയ്ക്ക് ഒരു 8 മാസം 10 മാസമൊക്കെ കൂടുമ്പോൾ ഫേസ്ബുക്കിലിടും. അത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടുകൊണ്ടിരിക്കും. കാരണം നമ്മളെന്താ വെച്ചാൽ ഈ വലിയ ആളുകളുടെ അടുത്ത് ഒന്ന് നിൽക്കുന്നൊരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ അവർക്കിഷ്ടമാവില്ല. എങ്കിലും നമ്മളൊരു അതിന് പറയുന്ന റിഫ്ലക്റ്റഡ് ഗ്ലോറി, ആ റിഫ്ലക്റ്റഡ് ഗ്ലോറിയിൽ ആണ് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ ഞാൻ ഫോട്ടോയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഇപ്പോൾ നിങ്ങൾ ചോദിച്ചില്ലേ സാറിന് എന്തിനാണ് അത് കൊടുത്തതെന്ന്. അതിൻ്റെ ഒരു സൂചകമായിട്ട് ഇപ്പോൾ അവസരം വന്നതുകൊണ്ട് ഞാനിപ്പോൾ അദ്ദേഹത്തിനൊരു ഷോൾ അടിയിപ്പിക്കാൻ വേണ്ടി വന്നതല്ല. ഇവിടെ വന്നു. അപ്പോൾ നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് നമ്മുടെ ഗുരുത്വത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാനത് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് അദ്ദേഹം സ്വീകരിച്ചു. എന്നിട്ട് എനിക്ക് വീണ്ടും തിരിച്ചു തന്നു. അപ്പോൾ ഏതായാലും അതൊരു സന്തോഷം ഉള്ള കാര്യമാണ്. പിന്നീട് ഞാൻ എൻ്റെ ആദ്യത്തെ പുസ്തകം ആദ്യം ഞാനൊരു 10-30 കവിതകൾ എഴുതിയിട്ട് അത് പബ്ലിഷ് ചെയ്യണോ വേണ്ട എനിക്കറിയില്ല. ഇത് എൻ്റെ കവിത എവിടെ നിൽക്കുന്നു എന്ന് ലൊക്കേറ്റ് ചെയ്യാൻ, അതിനെ സ്വയം അതെന്താണ് എന്ന് എനിക്ക് ബോധ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആർക്കും കൊടുക്കാതെ ഇരുന്ന ഒരു കാലത്ത് പ്രൊഫസർ സനത് കുമാർ എന്ന് പറയുന്ന NSS കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത് ആ സാറ്, ഞങ്ങൾ വലിയ ഫ്രണ്ട്സാണ്. അപ്പോൾ ഞാൻ വെറുതെ ഇത് സാറിനെ കാണിച്ചു. സാറ് പറഞ്ഞു, ഇതിലും ചവറല്ലേടോ എല്ലാവരും പബ്ലിഷ് ചെയ്യണം. നാളെ ഞാൻ അവതാരിക എഴുതി തരാം. പിറ്റേ ദിവസം അദ്ദേഹം എനിക്ക് അവതാരിക എഴുതി തന്നു. സനത് കുമാർ സാറ്, അദ്ദേഹം ഈ വേലുത്തമ്പി കോളേജിലൊക്കെ പ്രൊഫസറായിരുന്നു. പിറ്റേ ദിവസം എഴുതി തന്നു. അതൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൊടുത്തു. ആ പുസ്തകം പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ആഷാഢമേഘങ്ങൾ എന്ന് പറയുന്നൊരു പുസ്തകം പബ്ലിഷ് ചെയ്യാൻ കൊടുത്തു. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് പബ്ലിക്കേഷനുമായിട്ട് ബന്ധമില്ല. കവിത എഴുതിയാൽ കയ്യിലെ കാശ് പോകുന്ന കാര്യം മാത്രമാണ്. 1 രൂപ തിരിച്ച് കിട്ടില്ല. പിന്നെ എന്തിനാണ്? പക്ഷേ എഴുതണം. കാരണം ബിഗ് ഡാറ്റ എന്ന് പറഞ്ഞൊരു പുസ്തകം ഞാൻ വായിച്ചു. ആ ബിഗ് ഡാറ്റ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത് വളരെ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ്. നാളെ മലയാളത്തിലൊരു ശബ്ദധാരാവലി ഉണ്ടാക്കുന്നുവെങ്കിൽ അതെഴുതാൻ വേണ്ടിയിട്ട് ആരാണ് ഇവിടെ ശബ്ദധാരാവലി എഴുതിയത്? നമ്മുടെ ശ്രീകണ്ഠേശ്വരം. നാളെ ഒരു ശ്രീകണ്ഠേശ്വരവും ശബ്ദധാരാവലി എഴുതില്ല. ശബ്ദധാരാവലി എഴുതുന്നത് ഡിജിറ്റൽ വേൾഡിൽ ഭൂമികയായി മാറിയിട്ടുള്ള മലയാള പദങ്ങൾ മാത്രമായിരിക്കും അതിലുണ്ടാവുക. അപ്പോൾ ഇവിടെ ഇതിനു മുമ്പ് പ്രസംഗിച്ചവരൊക്കെ പറഞ്ഞ ആ ഭാഷയിലുണ്ടായിട്ടുള്ള ആ ഡിക്കേഡൻസ്, നമ്മുടെ ഭാഷയിലുണ്ടായിട്ടുള്ള ആ തകർച്ച, ആ സംസ്കാരശൂന്യത, അതെല്ലാം റിഫ്ലക്റ്റ് ചെയ്യുന്ന പദങ്ങൾ മാത്രമുള്ളൊരു ഡിക്ഷണറി ആയിരിക്കും നിങ്ങൾക്ക് ഈ കമ്പ്യൂട്ടറൈസ്ഡ് വേൾഡിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള മറ്റൊരു പ്രതിവിധി എന്താണ്? നല്ല നല്ല വാക്കുകൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എഴുതി, എന്തിലെങ്കിലുമൊക്കെ എഴുതി ഈ ഡിജിറ്റൽ വേൾഡിലേക്ക് നമ്മൾ സന്നിവേശിപ്പിക്കണം. അപ്പോൾ മാത്രമേ നാളെ ഒരു ഡിക്ഷണറി എഴുതുമ്പോൾ അതിൽ നല്ല നല്ല വാക്കുകൾ വരാനുള്ള ചെറിയ ചാൻസ്, 1% അല്ലെങ്കിൽ 1000-ൽ 1 ചാൻസ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആഷാഢമേഘങ്ങൾ എഴുതി, രാമായണത്തെപ്പറ്റി എഴുതിയ, രാമായണത്തെപ്പറ്റി ഇനി വലിയ ആളുകൾ കവിത എഴുതിയിരിക്കുന്നത്. ഇനി നമ്മുടെ കവിതയ്ക്ക് അതിൽ പ്രസക്തിയില്ല. പക്ഷെ കുറേ മലയാള വാക്കുകൾ നമ്മൾ കടത്തി വിടുകയാണ് സമൂഹത്തിലേക്കും ഡിജിറ്റൽ വെർച്വൽ വേൾഡിലേക്കും. അങ്ങനെ ഞാൻ കവിത എഴുതി. എൻ്റെ കവിതകളെപ്പറ്റി പറയാൻ ഞാൻ കൂടുതൽ പറയുന്നില്ല, പുസ്തകങ്ങളുടെ പേര് മാത്രം പറയാം. ആഷാഢമേഘങ്ങൾ എന്ന് പറയുന്ന ഒരു കവിത, അതിനൊരു ഗദ്യ പോർഷനുണ്ട്, 28 പേജ്. അപ്പോൾ അത് വായിച്ചപ്പോൾ സുദർശൻജി എന്നോട് പറഞ്ഞു, BR നായർ ഗദ്യം എഴുതിയാൽ മതി, പദ്യം എഴുതണ്ട എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഗദ്യ പോർഷൻ കൂടി അതിൽ ചേർക്കണം. അങ്ങനെ ചേർത്തുകൊണ്ടാണ് ആ പുസ്തകം പബ്ലിഷ് ചെയ്തത്. അതിനുശേഷം കാന്തിധാമം, അത് 4 ഖണ്ഡകാവ്യങ്ങളാണ്. ആദ്യത്തേത് ലോകത്തിൽ ഇന്നേ വരെ എഴുതിയിട്ടുള്ള സൂര്യകീർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സാംബ പഞ്ചാസിക എന്ന് പറയുന്നത്. ആ സാംബ പഞ്ചാസിക എന്ന് പറയുന്നത് ഒരു ശ്ലോകത്തിന് 5ഉം 6ഉം അർത്ഥമുള്ള സംസ്കൃത കവിതയാണ്. അത് ശ്രീകൃഷ്ണനാണ് ആദ്യത്തെ 10 ശ്ലോകങ്ങൾ എഴുതിയിരിക്കുന്നത്. പിന്നീട് ഈ ശ്ലോകം പാടി വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ശ്രീകൃഷ്ണൻ്റെ പുത്രനായ സാമ്പൻ അറിയാതെ പറഞ്ഞുപോയ കീർത്തനങ്ങൾ 55-56 ശ്ലോകങ്ങളാണ്.
അതിന് ഞാൻ മലയാളത്തിൽ 100 ശ്ലോകങ്ങളാക്കി എഴുതിയതാണ് കാന്തിധാമം എന്ന് പറയുന്നത്. അത് വസന്തതിലകം വൃത്തത്തിലാണ് എഴുതിയിരിക്കുന്നത്. വൃത്തത്തിൽ തെറ്റൊക്കെ ഉണ്ട്, കാരണം എനിക്ക് രണ്ടാമത് വായിക്കുമ്പോൾ എനിക്കറിയാം അതിൽ പലയിടത്തും വൃത്തഭംഗങ്ങളും ഒക്കെ വരും. പക്ഷേ എനിക്ക് തന്നെ മാപ്പ് കൊടുക്കുകയാണ്, കാരണം ഞാൻ ഈ ഫീൽഡിലുള്ള ആളല്ല, ഞാൻ വഴിതെറ്റി വന്ന ഒരാളാണ്. ഞാൻ അത്ര എഴുതിയല്ലോ, ഇനി ഒരു സെക്കൻഡ് എഡിഷൻ വരുവാണെങ്കിൽ അതിലെ വൃത്തഭംഗങ്ങളൊക്കെ അതിൽ നിന്ന് മാറ്റും, എനിക്കറിയാം ഇപ്പോൾ. പിന്നെ അതിൽ തന്നെ ബോധധാര എന്ന് പറഞ്ഞിട്ട് കപിലോപദേശം എന്ന് പറയുന്ന ഭാഗമാണ്. അത് മലയാളത്തിൽ, ശുദ്ധ മലയാളത്തിൽ ബോധധാര എന്ന രീതിയിൽ എഴുതിയിരിക്കുന്നു. പിന്നെ ശിവനെക്കുറിച്ച് 3 പ്രധാനപ്പെട്ട പുസ്തകങ്ങളുണ്ട്, ശിവപുരാണം ഉൾപ്പെടെയുള്ളത്. അത് എല്ലാം സംഗ്രഹിച്ചിട്ട് എഴുതിയിട്ടുള്ളതാണ് ശിവപാദത്തിൽ. അതിലും വൃത്തമുണ്ട്, 2 വൃത്തമുണ്ട്. പിന്നെ ഞാൻ എഴുതിയത് ഗീതഗോവിന്ദം. അപ്പോൾ ഗീതഗോവിന്ദത്തിന് മലയാളത്തിൽ ആരെങ്കിലും എഴുതിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല ആ സമയത്ത്. കാരണം ഞാൻ ഏറ്റവും ഇവിടെ ഇരിക്കുന്ന എല്ലാവരെക്കാളും വായന കുറവുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് വായന വളരെ കുറവാണ്, അതാണ് എൻ്റെ ഏറ്റവും വലിയ പോരായ്മ. അപ്പോൾ ഈ പുസ്തകത്തിൽ ഗീതഗോവിന്ദത്തിൽ അത് ഞാൻ മലയാളത്തിൽ മുഴുവൻ വസന്തതിലകമാണ്, 100 ശ്ലോകങ്ങളുണ്ട്. അതെഴുതി പിന്നീട് ഞാൻ പബ്ലിക് ലൈബ്രറി പോയപ്പോൾ കണ്ടു ചങ്ങമ്പുഴയും എഴുതിയിട്ടുണ്ട്, പിന്നെ രാമപുരത്ത് വാര്യരും എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നു. ഈ തീമിൽ അവരും പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ ചങ്ങമ്പുഴ നിങ്ങളറിയുന്ന ചങ്ങമ്പുഴയല്ല. ആ പരാവർത്തനം അത് പരിഭാഷപ്പെടുത്തിയിട്ടുള്ള, അത് മലയാളത്തിലാക്കിയിട്ടുള്ള ചങ്ങമ്പുഴ നിങ്ങളറിയുന്ന രമണ എഴുതിയ ചങ്ങമ്പുഴയല്ല. അവിടെ വരുമ്പോൾ വിഷയത്തിനനുസരിച്ചാണ് ഭാഷയ്ക്ക് മാറ്റം വരുന്നത്. അല്ല ഒരു പ്രത്യേക കവി ഇങ്ങനെ എഴുതുള്ളൂ എന്നില്ല. അദ്ദേഹം രമണനിൽ നിന്ന് ഗീതഗോവിന്ദത്തിലേക്ക് പോയപ്പോൾ അതിനനുസരിച്ച് ശൈലി മാറ്റങ്ങൾ, അതിന് വേണ്ട പ്രൗഢമായ എഴുത്ത് രീതികൾ, അതുപോലെ പുതിയ പുതിയ വാക്കുകളൊക്കെ, ഹി ഹാസ് ഇമ്പോർട്ടഡ് വേർഡ്സ് ഓഫ് സബ്സ്റ്റൻസ് ഇൻ ടു ഇറ്റ്. അപ്പോൾ ഇത് 4ആണ് ആ പുസ്തകത്തിലുള്ളത്. പിന്നെ ഇനി ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. പെണ്ണഴക എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി. അപ്പോൾ ഈ പ്രൊഫസർ KJ പൗലോസ് അദ്ദേഹം എന്നോട് പറഞ്ഞു, താൻ 2 നല്ല പുസ്തകം എഴുതിയിട്ട് പിന്നെ ഒരു പൈങ്കിളി പുസ്തകം എഴുതിയിരുന്നില്ലാന്ന് ചോദിച്ചു. പക്ഷേ അതിൻ്റെ ടൈറ്റിൽ മാത്രമേ ഉള്ളൂ പൈങ്കിളി. അത് ഒരു സ്ത്രീകളുടെ സ്വത്വം, അവരുടെ വിവിധങ്ങളായ അവരുടെ സ്വഭാവത്തിൻ്റെയും അവരുടെ ജീവിതത്തിൻ്റെയൊക്കെ വൈവിധ്യം നിറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് അതിലെഴുതിയിരിക്കുന്നത്. അതിനുശേഷം സാന്ദ്രാനന്ദം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി. അതിൽ കുറേ സ്പിരിച്വലായിട്ടുള്ള 100 കവിതകളാണ്. എല്ലാത്തിലും 100 കവിതകളൊക്കെ ഉണ്ട്. പിന്നെ അഴകിൻ്റെ ആഴങ്ങൾ, ജീവതാളം 2 പുസ്തകം എഴുതി. അപ്പോൾ എൻ്റെ പുസ്തകങ്ങളിൽ 7 പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തു. സാറ് പറഞ്ഞു ഞാൻ ഇനിയും പുസ്തകങ്ങൾ, എനിക്കൊരു 20 പുസ്തകം പബ്ലിഷ് ചെയ്യാനുള്ള കവിത എൻ്റെ ഇരിപ്പുണ്ട്. പക്ഷേ ഓരോ കവിതയും പബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മളൊരു മൊത്തം ഒരു 50,000 രൂപ വെറുതെ കളയും. അത് ശരിയാണോ എന്നുള്ള ഒരു ധാർമ്മിക പ്രശ്നം മനസ്സിലുള്ളത് കൊണ്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. പിന്നെ അതിനുള്ള ബുദ്ധിമുട്ടും. പക്ഷേ കവിതകൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഈ സദ്ഭാവനയൊക്കെ പബ്ലിഷ് ചെയ്ത് തരുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പബ്ലിഷ് ചെയ്യും. ഇനിയൊരു 15 പുസ്തകത്തിനുള്ള കവിതകൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഒരു വർഷം എങ്ങനെയാണെങ്കിലും 150 200 കവിതകൾ എഴുതും. അത് എഴുതുന്നതിനും ഞാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഞാൻ രാവിലെ ഉണരുവാണെങ്കിൽ, ഞാൻ 3 മണിക്ക് 3:30 മണിക്ക് ഉണരുവാണെങ്കിൽ ഞാൻ ഉണരുന്നത് ഒരു വരി കവിതയുമായിട്ടായിരിക്കും. എനിക്കറിയില്ല, ആ ഒരു വരി കിട്ടിക്കഴിഞ്ഞാൽ അതൊരു 25 അല്ല 30 വരി ആയിട്ട് ഒരു 3/4 മണിക്കൂറിനുള്ളിൽ അത് മാറുന്നു എന്നുള്ളതാണ്. അല്ലാതെ എനിക്കിപ്പോൾ ഒരുപാട് ഗ്രൂപ്പുകളുണ്ടല്ലോ സാർ, അവർ വിഷയങ്ങൾ തരും, ഈ വിഷയത്തെപ്പറ്റി എഴുതുമെന്ന് പറയും. എനിക്ക് എഴുതാൻ പറ്റില്ല. മത്സരത്തിന് വേണ്ടി നിങ്ങൾ ഇന്ന വിഷയത്തെപ്പറ്റി ഒരു കവിത എഴുതൂ, എനിക്ക് 2 വരി പോലും എഴുതാൻ പറ്റില്ല. പക്ഷേ ഞാൻ ആ വെളുപ്പിനുള്ള സമയത്ത് ഞാൻ ഉണരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇന്നലെ ഒരു കവിത എഴുതി, വെളുപ്പിനെ എഴുന്നേറ്റു. അപ്പോൾ മിസ്സിസ് ചായയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ആ സമയം കൊണ്ട് 2 വരി ഞാൻ എഴുതും. ആ 2 വരി എഴുതി കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും 10, 20, 25 വരിയായിട്ട് മാറും. അതാണ് എൻ്റെ ഒരു എഴുത്തിൻ്റെ രീതി. അതുകൊണ്ട് എൻ്റെ കവിത എൻ്റെയല്ല. കവിത നന്നായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് എനിക്കല്ല, കവിത മോശമായിട്ടുണ്ടെങ്കിലും. കാരണം ഞാനതിൽ എങ്ങനെ ഇൻവോൾവ് ആകുന്നു എന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ലാത്തൊരു കാര്യമാണ്. ഈ പുസ്തകത്തിൽ വരുന്ന ഒരു വാക്കും സംസാരിക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ എന്തെല്ലാം വായിച്ചിരിക്കുന്നു, പക്ഷേ സാറ് പ്രസംഗിക്കുന്ന പോലെ എനിക്ക് പ്രസംഗിക്കാൻ പറ്റില്ല. എനിക്കൊന്നും ഓർമ്മ വരും, വേദിയിൽ വന്നു കഴിഞ്ഞാൽ എനിക്കൊന്നും ഓർമ്മ വരില്ല. അത് ആദ്യം പറഞ്ഞു എന്ത് കോറിലേറ്റീവാണ്, ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ്. ഒബ്ജക്റ്റീവ് കോറിലേറ്റിനെ പറ്റി ഞാനൊരു 3-4 ദിവസം വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എന്നോട് ഒബ്ജക്റ്റീവ് കോറിലേഷനെ പറ്റി പറയാൻ പറഞ്ഞാൽ എനിക്കൊന്നും അറിഞ്ഞില്ല. ഐ എം എ ബ്ലാങ്ക് പേഴ്സൺ. ആ ബ്ലാങ്ക്നെസ്സിൽ നിന്നാണ് എൻ്റെ കവിതകൾ വരുന്നത് എന്നുള്ളത് അതൊരു സത്യപ്രസ്താവനയാണ്. അതിനൊരു കൺഫെഷനായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് തുറന്നു പറയുന്നു, എൻ്റെ ഒരു ട്രാൻസ്പെറൻസിയുടെ ഭാഗമായിട്ട് എടുക്കാം.
അപ്പോൾ ഇന്ന് വളരെ അവിചാരിതമായിട്ടാണ് സദ്ഭാവന എൻ്റെ പുസ്തക പ്രകാശനം ഇവിടെ വെച്ചത്. അപ്പോൾ കവികൾക്ക് ഈ പുസ്തകം പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിനെ പറ്റി, ഞാനൊരു ഇൻഡിവിജ്വലാണ്. എൻ്റെ പുസ്തകം പ്രകാശിപ്പിക്കാൻ 2:30 മണിക്ക് പുസ്തക പ്രകാശനം, 2:25 ഹാളിൽ ഞാൻ മാത്രമേ ഉള്ളൂ. പൂക്കളെല്ലാം എടുത്തു വയ്ക്കണം, സ്റ്റേജിലെല്ലാം. അതിനിടയ്ക്ക് നമ്മുടെ രണ്ടാമത്തെ നിലയിലാണ് ഓഡിറ്റോറിയം. നമ്മുടെ ചീഫ് ഗസ്റ്റും നമ്മൾ വിളിച്ച ആളുകളൊക്കെ താഴെ വന്ന് നിൽപ്പുണ്ട്, അവരെ ആനയിച്ചു കൊണ്ടുവരണം. ഒറ്റയ്ക്ക് സിംഗിൾ മാൻ ആർമി എന്ന് പറഞ്ഞ പോലെ അങ്ങനെ വിഷമിക്കുന്ന എത്രയോ ആളുകളുണ്ട്. പുസ്തക പ്രസാധനം എന്ന് പറയുന്ന ഒരു വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് സാറ് എത്രയോ പേർക്ക് ചെയ്തു കൊടുത്തിരിക്കുന്നു. എനിക്ക് തന്നെ മുമ്പ് ചെയ്തു തന്നു. നമുക്ക് ഒരു ചിലവില്ല, നമുക്കതിനെപ്പറ്റി വറിയില്ല. അപ്പോൾ അത് ഒരു പുസ്തകം എഴുതിയതിൻ്റെ ഏറ്റവും വലിയ അംഗീകാരം നമുക്ക് അതിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു. സാർ എനിക്ക് അവാർഡ് തന്നു കഴിഞ്ഞു. കാരണം ഞാനൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. I am not to run errands here and there to catch people, to ask a person, സാർ എൻ്റെ പുസ്തക പ്രകാശനമാണ്, സാർ വന്നൊരു മുഖ്യ പ്രഭാഷണം നടത്തണം, സാർ ഇത് പ്രകാശനം ചെയ്തിട്ടൊരു 20 മിനിറ്റ് പറയണം, അല്ലെങ്കിൽ സ്വീകരിക്കുന്ന ആൾ പറയണം. ഇതൊക്കെ എല്ലാം ഞാൻ തന്നെ ചെയ്യണം. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി തരുമെന്ന് പറഞ്ഞാൽ യു ഹാവ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് എ ഫെൽറ്റ് നീഡ്. അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ വലിയ പ്രാസംഗികനല്ലെങ്കിലും മൈക്ക് കിട്ടിയാൽ ഞാൻ കുറേ അധികം നേരം ലൂസായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാനതിലേക്കൊന്നും കിടക്കുന്നില്ല. എനിക്ക് എൻ്റെ ജീവിതത്തിലെ വളരെ ധന്യമായ, എനിക്കെന്നും ഓർമ്മിക്കാവുന്ന ഒരു 6 ഡസൻ സായാഹ്നങ്ങളിൽ ഒരു സായാഹ്നം നിങ്ങൾ എനിക്ക് വേണ്ടി തന്നു. അത് എല്ലാവരും പ്രതിഭകളായിട്ടുള്ള ആളുകളാണ്, അനുഭവ സമ്പന്നരായിട്ടുള്ള ആളുകളാണ്, വളരെ സീനിയറായിട്ടുള്ള ആളുകളാണ്. ശ്രീ എം പി പിള്ള എന്ന് പറയുന്ന ശ്രീ പരമേശ്വരൻ പിള്ള എന്ന് പറയുന്ന സാറാണ് അവിടെ ഇരിക്കുന്നത്. ഞാൻ ഇവിടെ ആദ്യം NCDCയുടെ കേരളത്തിൻ്റെ ഓഫീസറായിട്ട് വന്നപ്പോൾ 1988 അദ്ദേഹത്തെ പരിചയപ്പെട്ട്. അദ്ദേഹം സംസ്ഥാന ഗവൺമെൻറ്റിൽ ഒരു സീനിയർ ഓഫീസറാണ്. അന്ന് തൊട്ട് എന്നെ ഒരു കൊച്ചനിയനെ പോലെ കൊണ്ടുനടക്കുന്ന ആളാണ്. ഭാരതത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളും അദ്ദേഹം കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയിൽ എവിടെയെല്ലാം ക്ഷേത്രങ്ങളുണ്ട് അത് മുഴുവൻ അദ്ദേഹം കണ്ടു കഴിഞ്ഞിരിക്കും. അതിൻ്റെ ഫോട്ടോയും ഉണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ. എല്ലായിടത്തും സഞ്ചരിച്ചിരിക്കുന്നു ഇപ്പോഴും. അപ്പോൾ അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിട്ടും ഈ ക്ഷേത്ര സന്ദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രങ്ങളെപ്പറ്റി ഒരു പുസ്തകം, ഒരു ആൽബം വേണമെങ്കിൽ ഇന്ന് ഏറ്റവും നല്ല ആൽബം തരാൻ പറ്റിയ വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സ്നേഹം നോക്കൂ. അദ്ദേഹം ആശുപത്രിയിൽ നിന്ന്, നമ്മുടെ മീറ്റിംഗ് തുടങ്ങുമ്പോൾ അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. അദ്ദേഹം ഇവിടെ എൻ്റെ പുസ്തക പ്രകാശനം ആയതുകൊണ്ട് വന്നതാണ്. അത് ഒരു നിസ്സാര കാര്യമല്ല. അപ്പോൾ എൻ്റെ കയ്യിൽ കസവുമുണ്ട് 2 ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ കസവുമുണ്ട് അദ്ദേഹത്തിനാണ് കൊടുക്കേണ്ടിയിരുന്നത്. പിന്നെ ഒരു സന്തോഷം കൂടിയുണ്ട്. തിരുവനന്തപുരത്ത് താമസിക്കുന്ന എൻ്റെ മൂത്ത സഹോദരൻ്റെ എന്നെ എല്ലാ അർത്ഥത്തിലും ഞാനാക്കിയ എൻ്റെ സഹോദരൻ്റെ മകള് ഇവിടെ എൻ്റെ പുസ്തക പ്രകാശനം നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർ വന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ എനിക്ക് എന്തുകൊണ്ടും വളരെയധികം സന്തോഷം. എനിക്ക് ഇത്രയും ഒരു കപ്പൽ നിറയെ ഷിപ്പ് ലോഡ് ഓഫ് ഹാപ്പിനെസ് ഹാസ് ബീൻ ഗിവൺ ടു മീ ബൈ ഓൾ ഓഫ് യു. അപ്പോൾ ഇതിന് ഞാൻ കൂടുതൽ പറഞ്ഞാൽ ഞാൻ വികാരഭരിതനാകും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എല്ലാവർക്കും എൻ്റെ സ്നേഹം, എൻ്റെ നന്ദി, എൻ്റെ അഭിവാദനങ്ങൾ. ശുഭസായാഹ്നം. അടുത്തായി സംസാരിക്കുന്നത് ഡോക്ടർ അനിൽകുമാർ സാറിനെ ക്ഷണിക്കുന്നു. അധികം സമയമെടുക്കില്ല. സാഹിത്യത്തെക്കുറിച്ചും കവിതയെക്കുറിച്ചുമൊക്കെ വളരെ പണ്ഡിതോചിതമായ ഒരു സംസാരം ഇവിടെ നടക്കുന്ന ഈ അവസരത്തിൽ പ്രകൃതിയെക്കുറിച്ച് 1-2 വാക്കുകൾ സംസാരിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ നിൽക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തെക്കുറിച്ചും പ്രകൃതിയിൽ മനുഷ്യനുണ്ടാക്കി വെച്ച വിധിയുടെ ഫലമായിട്ട്, മനുഷ്യനുണ്ടാക്കി വെച്ച ദോഷങ്ങളുടെ ഫലമായിട്ട് നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ നേർചിത്രം നമ്മുടെ ചെയർമാൻ നമ്മുടെ മുമ്പിൽ ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇനി പരിസ്ഥിതി ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനുള്ള മുൻകരുതലുകൾ എടുക്കുന്നതിന് നേച്ചർ ക്ലബ് വേൾഡ് വൈഡിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ ഒരു ചെറിയ രൂപം
നേച്ചർ ക്ലബിൻ്റെ ഡയറക്ടർ ബിന്ദു രാജേന്ദ്രൻ ഇവിടെ സംസാരിച്ചു. അപ്പോൾ എനിക്ക് മറ്റ് കൂടുതലൊന്നും സംസാരിക്കാനില്ല. ഇവരെല്ലാം സൂചിപ്പിച്ചതുപോലെ നമ്മുടെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന, നമ്മളെന്നും ദുരിതത്തിലാക്കുന്ന, നമ്മുടെ ആയുസ്സിന് തന്നെ വെല്ലുവിളിയാകുന്ന തരത്തിൽ പ്രകൃതി ദുരന്തങ്ങളുണ്ടാകുമ്പോഴേക്ക്, താപവ്യതിയാനങ്ങളുണ്ടാകുമ്പോഴേക്ക് അതിനൊക്കെ ഉത്തരവാദി നമ്മൾ മാത്രമാണ്. ഉണ്ടാക്കിയ വ്യവസ്ഥിതികളുടെ ഒരു ചുഴിയിൽപ്പെട്ടിരിക്കുകയാണ് നാം തിരിച്ചറിയണം. ഇന്ന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ചൂട് കൂടിയതിൻ്റെ കാരണം വൃക്ഷങ്ങൾ പോയത് തന്നെ എന്ന ഒരു പ്രാഥമികമായൊരു പരിശോധനയിൽ നമുക്ക് മനസ്സിലാകും. മറ്റു പല കാരണങ്ങളുമുണ്ടെങ്കിലും ഭൗമപരമായ മറ്റ് വിഷയങ്ങളൊക്കെ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് എങ്കിലും ഏറ്റവും ആത്യന്തികമായി നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ മരങ്ങളുടെ നാശം തന്നെയാണ്. ഞാൻ തൈക്കാട് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന തൈക്കാട് വെള്ളയമ്പലം റോഡിൻ്റെ അടുക്ക താമസിക്കുന്ന ഒരാളാണ്. ഞാനിന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങൾ കാണുമ്പോഴേക്ക് എനിക്ക് വളരെ നന്നായി മനസ്സിലാകുന്നുണ്ട്. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വളരെ തണലേകിയിരുന്ന, ഞങ്ങൾക്ക് വളരെ എന്താ പറയുന്നത്, വളരെ സുന്ദരമായിട്ട് നടക്കാൻ പറ്റിയിരുന്ന മോഡൽ സ്കൂളിൻ്റെ ആ സൈഡിലുള്ള ആ മോഡൽ സ്കൂൾ റോഡിൻ്റെ അതായത് ESI ഓഫീസിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന എത്രയോ വർഷങ്ങൾ, എത്രയോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആൽമരം ഒരു കരുണയും കൂടാതെ വെട്ടിമുറിച്ചിരിക്കും. ഒരു മനുഷ്യൻ ചോദിക്കാനില്ല. ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് അവിടുത്തെ MLA പേര് പറയാം, ആൻ്റണി രാജുവോട് ഞാൻ വിളിച്ചു ചോദിച്ചു, സാറേ എന്ത് ചെയ്യാനാണ്, നമുക്ക് റോഡൊക്കെ വികസിപ്പിക്കണ്ടേ സാർ, അത് ക്ഷമിക്കണം, നമുക്ക് വേറെ ഒന്ന് പോയെങ്കിൽ ഒരു 5-10 മരങ്ങൾ നമുക്ക് നട്ടുപിടിപ്പിക്കാം, അതിനുള്ള ഏർപ്പാടുകളൊക്കെ ഉണ്ടാക്കാം. മെയ് 30 മുമ്പ് നമുക്ക് എങ്ങനെയെങ്കിലും ഈ റോഡൊന്ന് ശരിയാക്കണം, അതിന് നിങ്ങളെല്ലാവരും സഹകരിക്കണം. ഇതാണ് ഇത്രയേ ഉള്ളൂ. ഇത്രമാത്രം നിസ്സാരത്വത്തോടെയാണ് അവർ ഈ കാര്യങ്ങൾ കാണുന്നത്. ഇത് മാത്രമല്ല, പണ്ട് വേണുനാഗവള്ളി താമസിച്ചിരുന്ന ആ വീടിൻ്റെ മുന്നിൽ വലിയൊരു മാവുണ്ടായിരുന്നു. ആ മാവ് എല്ലാം പോയി കഴിഞ്ഞു. ഇന്ന് ആ റോഡിലൂടെ നടന്നു കഴിഞ്ഞാൽ തമ്പാൻ സാർ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ആ ചൂടിൻ്റെ ആധിക്യം മനസ്സിലാകും. രാത്രി 1 മണിയായാലും 2 മണിയായാലും AC ഇട്ടാൽ പോലും ഉറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ചൂടാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇനി ഭാവിയിൽ ഉണ്ടാകാതിരിക്കണം. ഇനി ഇവിടെ ചോദിക്കാനും പറയാനും ആളുണ്ട് എന്നൊരവസ്ഥ ഉണ്ടാകണം. അത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുന്നതിന് നമ്മുടെ നേച്ചർ ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു നാന്ദി കുറിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികളെയും ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്നതിന് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നേച്ചർ ക്ലബ്ബ് രൂപീകരിക്കാൻ താല്പര്യമുള്ളത് ഇക്കൂട്ടത്തിലിരിക്കുന്ന ആരെങ്കിലും ഇപ്പോൾ ഉണ്ടോ? നമ്മൾ നേച്ചർ ക്ലബിന് വേണ്ടി തന്നെ ലാസ്റ്റ് സാറുണ്ട്, അനുമ മാഡം ഉണ്ട്, സാറ് ഷാജി സാറല്ലേ, സന്തോഷ് സാറുണ്ട്, ഏബ്രഹാം സാറുണ്ട്, ജോസഫ് സാറുണ്ട്. അത് കൂടാതെ വേറെ ആർക്കും താല്പര്യം ഇല്ലയോ എന്നാണ് സാർ. താല്പര്യമുള്ളവരിപ്പോൾ ഈ പൊതു ഇതിൽ വെച്ചിട്ട് അല്ലെങ്കിലും നമ്മളോട് ബന്ധപ്പെടാവുന്നതാണ്. അതിനുള്ള രജിസ്ട്രേഷനും കാര്യങ്ങളും ബാക്കി മുന്നോട്ടുള്ള പോക്കിന് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടാൽ മാത്രം മതിയാകും. വീണ്ടും ഒരു അഭ്യർത്ഥനയാണ്, നമ്മളുടെ നേച്ചർ ആരെങ്കിലും മാനേജ് ചെയ്യും എന്നുള്ള വിശ്വാസത്തോടെ ഇനി ആരും ഇരിക്കേണ്ട ഒരു സാഹചര്യം അല്ല ഉള്ളത്. അവരവരുടെ എൻവയോൺമെൻറ്റ് അവരവർ തന്നെ മാനേജ് ചെയ്യണം എന്നുള്ളൊരു കോൺസെപ്റ്റുമായിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. എല്ലാവരെയും എൻവയോൺമെൻറ്റ് അവനവൻ്റെ എൻവയോൺമെൻറ്റ് മാനേജ് ചെയ്യാൻ പറ്റുന്ന എൻവയോൺമെൻറ്റ് മാനേജേഴ്സായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഈ ക്ലബിൻ്റെ ഒരു മുഖ്യമായ ലക്ഷ്യം തന്നെ. പല ക്ലബ്സും പലതും നിങ്ങൾ അറിയുന്നുണ്ടാവും, പണ്ട് കാലങ്ങളിൽ നടന്നിട്ടും ഉണ്ടാവും. ബട്ട് ഇന്ന് എല്ലാവരും കൂടി യുണൈറ്റ് ചെയ്തിട്ടുള്ള ഒരു വലിയൊരു ദൗത്യത്തിനാണ് നമ്മളിപ്പോൾ ഒരു ഇത് ചെയ്തിരിക്കുന്നത്. വെസ്റ്റേൺ ഗാർഡ്സ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു സാറ് പറഞ്ഞ് 2-3 വാക്കിൽ ഒതുക്കാവുന്നുള്ളൊരു കാര്യമല്ല. അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ എല്ലാം ഗൂഗിളും ChatGPT നിങ്ങൾ തന്നെ ഒന്ന് ഗൂഗിൾ ഔട്ട് ചെയ്ത് നോക്കിയാൽ തന്നെ അത്യാവശ്യം നമ്മൾ ഏത് ഘട്ടത്തിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാവും. തീർച്ചയായിട്ടും എല്ലാവരും മുന്നോട്ട് വരുന്ന വിശ്വാസത്തോടെ നിർത്തുന്നു. അന്യപ്രകാശനിക്കായി സിന്ധു സുരേഷ്. എല്ലാവർക്കും നമസ്കാരം. തെന്നൂർ രാമചന്ദ്രൻ സാർ എഴുതിയ 104 കവിതകളടങ്ങിയ ഒരു കവിതാ സമാഹാരമാണ് ജന്മാന്തരങ്ങളിൽ ചന്ദ്രോദയത്തിൽ എന്ന ഈ പുസ്തകം. അതിൻ്റെ പ്രകാശന കർമ്മമാണ് ഇന്നിവിടെ നടന്നത്.
അതിലെ അധ്യക്ഷനായി ഭാരത് സേവക് സമാജിൻ്റെ ചെയർമാനും സദ്ഭാവന ട്രസ്റ്റിൻ്റെ ചെയർമാനായ ഡോക്ടർ BS ബാലേന്ദ്രൻ സാറാണ്. സാറിന് സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിൽ അധികമായി നന്ദി അറിയിക്കുന്നു. ഇത് പ്രകാശനം ചെയ്ത് ശ്രീമതി ഗിരിജ സേതുനാഥ് മാഡമാണ്. മാഡത്തിനും സദ്ഭാവന ട്രസ്റ്റിൻ്റെ നന്ദി പ്രത്യേകം അറിയിക്കുന്നു. പുസ്തകം സ്വീകരിച്ചത് ശ്രീമതി നിർമ്മല രാജഗോപാൽ മാഡമാണ്. മാഡത്തിന് സദ്ഭാവന ട്രസ്റ്റിൻ്റെ നന്ദി അറിയിക്കുന്നു. ഇതിന് ആശംസകൾ അറിയിച്ച് ശ്രീ ആറ്റുകാൽ ഓമനക്കുട്ടൻ സാർ നന്ദി പറയുന്നു. മുഖ്യ പ്രഭാഷണം നടത്തിയ സദ്ഭാവന ട്രസ്റ്റിൻ്റെ തന്നെ ചീഫ് എഡിറ്ററായ MR തമ്പാൻ സാറാണ്. സാറിന് സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി പറയുന്നു. നേച്ചുറൽ ക്ലബിൻ്റെ ഇവിടെ വളരെ വിശദമായി നേച്ചുറൽ ക്ലബ്ബ് എന്താണ് എന്ന് ഇവിടെ പറയുകയുണ്ടായി. അനിൽ സാറിന് പ്രത്യേകം നന്ദി പറയുന്നു സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിൽ. ഇതിൻ്റെ സ്വാഗതം പറഞ്ഞത് സദ്ഭാവന ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ശ്രീ ജയ ശ്രീകുമാർ മാഡമാണ്. മാഡത്തിനും സദ്ഭാവന ട്രസ്റ്റിൻ്റെ നന്ദി അറിയിക്കുന്നു. ഈ പുസ്തകത്തിൻ്റെ രചയിതാവും ഇവിടെ പുസ്തകത്തിനെക്കുറിച്ചും നേച്ചുറൽ ക്ലബിനെ കുറിച്ചും ഒക്കെ വിശദമായി സംസാരിക്കേണ്ടായി. തെന്നൂർ സാറിനും സദ്ഭാവന ട്രസ്റ്റിൻ്റെ പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ ഈ പുസ്തകം ഔപചാരികമായിട്ടാണ് സദ്ഭാവന ട്രസ്റ്റിൻ്റെ കയ്യിൽ വന്നത്. ഇത് അവസാന ഘട്ടത്തിലാണ് സദ്ഭാവന ട്രസ്റ്റിന്. ഇതിൻ്റെ ആദ്യഘട്ടമൊന്നും നമ്മുടെ ഇതിലല്ലായിരുന്നു. അവസാനം യഥാർത്ഥത്തിൽ ഇതിൻ്റെ മൊത്തം പണിയും ചെയ്തതിന് ശേഷമാണ് സദ്ഭാവന ട്രസ്റ്റിലോട്ട് ഈ പുസ്തകം വന്നത്. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ മുഴുവൻ ചുക്കാനും പിടിച്ച ഒരാൾ മാത്രമേ ഉള്ളൂ. അതാണ് ബിയോണ്ട് ശ്രീകുമാർ. ഈ പുസ്തകത്തിൻ്റെ പുറംചട്ട, പുസ്തകത്തിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം പുള്ളി ഒറ്റയ്ക്കാണ് അത് കൈകാര്യം ചെയ്ത് ഇത്തരത്തിലൊരു പുസ്തകം ആക്കി ഇത് പുറമേ ചെയ്തത്. അതിൻ്റെ പുറംചട്ടയെക്കുറിച്ച് ഇവിടെ നേരത്തെ ഗിരിജ സേതുനാഥ് മാഡം വളരെ ഭംഗിയായി അതിൻ്റെ ആ പുസ്തകത്തിൻ്റെ പുറംചട്ടയെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞു. ഇതിൻ്റെയൊക്കെ മുഴുവൻ ക്രെഡിറ്റും ശ്രീകുമാർ സാറിനാണ്. അദ്ദേഹത്തിന് സദ്ഭാവന ട്രസ്റ്റിൻ്റെ പ്രത്യേകം നന്ദി പറയുന്നു. നമ്മുടെ പ്രൂഫ് റീഡറുണ്ട് ശരത് സാറ്. ഇവിടെ കൂടിയിരിക്കുന്ന മറ്റ് ഓരോ വിശിഷ്ട വ്യക്തികൾ, നേച്ചുറൽ ക്ലബിൻ്റെ ഓരോ അംഗങ്ങൾ, എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നുണ്ട്. നിർത്തുന്നു. നന്ദി, നമസ്കാരം. जनगण मन अधिनायक जय हे भारत भाग्य विधाता। पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा। विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा। तव शुभ नामे जागे, तव शुभ आशीष मांगे। गाहे तव जय गाथा, जन गण मंगलदायक जय हे भारत भाग्य विधाता। जय हे जय हे जय हे जय 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 हे।